കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ലൈഫ് ഇൻ ക്രൈസ്റ്റിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഈ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടപ്പോൾ അതിനകത്ത് ക്രിയേഷനുകൾ ഉണ്ടായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നുമില്ലായ്മയിലൂടെ, നിരാശയിലൂടെ, കണ്ണുനീരിലൂടെ, ശൂന്യമായ കരങ്ങളുമായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ അതിനകത്ത് പുതിയ പുതിയ ക്രിയേഷനുകൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഈ വചനത്തോടൊപ്പം കണക്ട് ചെയ്യുവാൻ പറ്റുന്ന മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ എന്ന് കർത്താവ് ശീമോനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെയും ആഴത്തിനകത്ത് ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ഇരുട്ടിന്റെ മേൽ, നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരേണ്ട നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ മേൽ ദൈവശബ്ദം വ്യാപരിക്കപ്പെടുകയാണ്. ഇവിടെയും കർത്താവ് ശീമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ. ഇങ്ങനെ കർത്താവിങ്കിൽ നിന്ന് ശബ്ദം വെളിപ്പെട്ടപ്പോൾ ശൂന്യമായി കിടന്ന ആഴത്തിനകത്ത് ക്രിയേഷനുകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ശീമോൻ കർത്താവിനോട് പറയുന്നുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവന്റെ വായിൽ നിന്ന് നെഗറ്റീവായ വാക്കുകളാണ് പുറത്തേക്ക് വന്നത്. കാരണം രാത്രി മുഴുവനും തന്റെ അധ്വാന ഭാരത്താൽ താൻ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നാൽ താൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും തന്റെ കരത്തിനകത്ത് ഒരു നന്മയുമില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുകയും. പ്രിയപ്പെട്ടവരെ, എത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ കരത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നത്? നാം ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ദൈവം നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ട് ഇടയായി തീരും. കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിങ്കിൽ നിന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഒരു ശബ്ദം വെളിപ്പെട്ടു വരാനായിട്ട് ഇടയായി തീരും. ഇവിടെ രാത്രി അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാതെ ഇരുന്ന, ശൂന്യമായിരുന്ന ശീമോന്റെ പടകിനകത്ത് തനിക്ക് നന്മ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വാക്കിന് മുൻപിൽ താൻ സറണ്ടർ ആയപ്പോൾ, താൻ ദൈവശബ്ദത്തിന് മുൻപിൽ കീഴടങ്ങിയപ്പോൾ, തനിക്ക് മാത്രമല്ല തന്റെ കൂടെയുള്ളവരെയും താൻ ആ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം മാടി വിളിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരത്തിൽ ഇപ്പോൾ ഒന്നുമില്ലായിരിക്കാം. എന്നാൽ കർത്താവിന്റെ വാക്കിന് മുൻപിൽ താഴ്മയോടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ, പാഴും ശൂന്യവുമായി കിടന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീർന്നു, ഉദ്യാനം വനമായി എണ്ണപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുമ്പോൾ നിർജീവമായി കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന മേഖലകൾക്കകത്തും എക്സ്ട്രാ ഓർഡിനറിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അധികമായി വർധനവിന്റെ ഒരു അനുഗ്രഹം നമുക്ക് നൽകി തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു എന്ന് നാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതിനകത്തൊരു ഡെലിവറി നടക്കുകയാണ്. കാണാത്ത ഒരു മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒന്ന് അത് കാണുന്ന മണ്ഡലത്തിലേക്ക് വെളിപ്പെട്ടു വരുന്നതാണ് ഡെലിവറി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന നന്മകളെ പുറത്തെടുക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ അതിനകത്ത് ക്രിയേഷനുകൾ ഉണ്ടായി. അതുപോലെ തന്നെ ശൂന്യമായിരുന്ന ശീമോന്റെ പടകിനകത്ത് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടപ്പോൾ അവൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം ഉപരിയായി അവന് നന്മ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവശബ്ദത്തിനായി നാം കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിനകത്തും ഒരു വിടുതൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.